ധൃതരാഷ്ട്രർ യുദ്ധമുറപ്പായി എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ഇത് ഉലൂകൻ ധർമ്മപുത്രരുടെ സന്ദേശവും കൊണ്ടുവന്നു. അതോടെ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു മനസ്സുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. ഒരു പക്ഷേ എൻ്റെ അവസാനത്തെ ആഗ്രഹം എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ആഗ്രഹം വന്നത്? അദ്ദേഹം പറയുന്നതൊന്നും ഒരു കാലത്തും പൂർണ്ണമായി ധർമ്മപുത്രൻ നിഷേധിച്ചിട്ടില്ല. ഒന്നാമത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം, അതിനേക്കാൾ വലിയ ആദരം, പിന്നെ അകാരണമായി തന്നെ അദ്ദേഹത്തിനോട് തോന്നിയ അടുപ്പം, ഇതൊക്കെ ധൃതരാഷ്ട്രർക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിച്ച് നോക്കിയത്. അവസാന കൈ എന്നുള്ള നിലയിലാണ്. നീ താപസനാണല്ലോ, ആധ്യാത്മിക ജീവിതമാണല്ലോ മഹത്തായ ജീവിതം, അതുകൊണ്ട് നീ കാട്ടിൽ തന്നെ ആശ്രമം കെട്ടി അവിടെ പാർത്ത് 12 വർഷം ശീലമായതുമാണ്. എൻ്റെ മക്കളാണെങ്കിൽ കൊള്ളരാത്തവന്മാരും ദുഷ്ടന്മാരും പറഞ്ഞാൽ കേൾക്കാത്തവരും അഹിതമായ കാര്യങ്ങളെ ചെയ്യൂ എന്ന് അഹിതവ്രതമെടുത്തവരുമാണ്. അതുകൊണ്ട് അഹിതവ്രതന്മാരായ അവരെ നീ ഉപേക്ഷിച്ച് കളയുക. എന്നിട്ട് നീ നിൻ്റെ ആധ്യാത്മികമായ ജീവിതശൈലിയുമായി കാട്ടിൽ തന്നെ താമസിച്ചാൽ നമുക്ക് വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാം. ഇതനുസരിക്കാൻ സാധ്യതയുള്ളതായി അദ്ദേഹം ധരിച്ചിരുന്നു. പറഞ്ഞതൊന്നും അതുവരെ ധർമ്മപുത്രർ എതിർത്തിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാമത് പുനർദ്യൂതത്തിന് ക്ഷണിക്കുന്നു എന്ന് വന്നപ്പോഴും വലിയച്ഛൻ ക്ഷണിക്കുകയാണല്ലോ, അത് തട്ടരുതല്ലോ എന്ന് വിചാരിച്ചും കൂടിയാണ് പോയത്. പ്രമുഖം അദ്ദേഹത്തിന് ചൂതുകളോടുള്ള കമ്പമായിരുന്നെങ്കിലും ആ കമ്പമൊക്കെ തടുക്കാൻ സാധിക്കും ധർമ്മപുത്രർക്ക്. വലിയച്ഛൻ വിളിക്കുകയാണല്ലോ, എങ്ങനെ എതിർക്കും എന്നുള്ള ദൗർബല്യം ഉണ്ടായിരുന്നു. ആ ദൗർബല്യം ഈ ഘട്ടത്തിലും പ്രവർത്തിക്കുമെന്ന് ധൃതരാഷ്ട്രർ പ്രതീക്ഷിച്ചിരുന്നു. അത് പ്രവർത്തിച്ചതേയില്ല. യുദ്ധം തീരുമാനിക്കപ്പെട്ടാൽ ഇദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തറിയാം? മക്കളെല്ലാവരും ഒരു കൊല്ലുമെന്നറിയാം. എല്ലാ മക്കളെയും കൊന്നുകളയും അദ്ദേഹത്തിന് അറിയാം. അത് ഭീമൻ്റെ ശാരീരിക ശക്തിയെയോ ഗദായുദ്ധത്തിലുള്ള ഭീമൻ്റെ പ്രാവീണ്യത്തെയോ കണ്ടിട്ടല്ല, ഭഗവാൻ അപ്പുറത്ത് നിൽക്കുന്നു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഭീതി. അല്ലാതെ ഇപ്പോൾ അർജുനനെ പോലും ഭീതിയില്ല. അർജുനൻ സ്വർഗത്തിൽ പോയി എന്നറിഞ്ഞപ്പോൾ വിതുരനോട് ചോദിക്കും, വിതുര, അർജുനൻ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു, മനുഷ്യന് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാൻ ഒക്കുമോ? എങ്ങനെയാണ് തൻ്റെ അത് സംബന്ധിച്ചുള്ള പരിജ്ഞാനം? പേടിച്ചിട്ടാണേ. അപ്പോൾ പറഞ്ഞു, അത് അച്ഛൻ മകനെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, ഇത്രയേ ഉള്ളൂ കാര്യം. അതാണ് കാര്യം അല്ലേ? അതാണ് കാര്യം. അല്ലാതെ അത്ര വളരെ ആലോചിക്കാനും തലപുകയാനും ഒന്നും അതിനകത്ത് ഞാൻ കാണുന്നില്ല. ദേവേന്ദ്രൻ്റെ മകനാണ്, ദേവേന്ദ്രൻ വന്ന് അങ്ങ് കൊണ്ടുപോയി. എന്താ ധർമ്മപുത്രരെ കൊണ്ടുപോകാഞ്ഞത്? ദേവേന്ദ്രൻ്റെ മകനല്ല, അതുകൊണ്ട് ധർമ്മപുത്രരെ കൊണ്ടുപോയില്ല. അപ്പോൾ അത് ജ്യേഷ്ഠൻ ഇത്രയേറെ ചിന്തിച്ച് ക്ലേശിക്കാനൊന്നുമില്ല. അത് വളരെ സുഗമമായ ഒരു പരിപാടിയായിരുന്നു. അച്ഛൻ മകനെ കൊണ്ടുപോയി അച്ഛൻ്റെ വീട്ടിലേക്ക്, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഇല്ലേ? അയാൾ ഒരുപാട് ദിവ്യായുധങ്ങളൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോടൂ. അതൊക്കെ ഉള്ളത് തന്നെയോ? അതൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നൊന്നും വേണ്ടിയിട്ടില്ല പുള്ളി. ഇങ്ങനെ ഓരോ ആയുധം കിട്ടി എന്നുള്ള വിവരം അറിയുമ്പോഴും അത് ചാരന്മാർ മുഖേന അറിയും. ചാരന്മാർ മുഖേന അറിഞ്ഞാൽ ഇദ്ദേഹം പരിപൂർണമായി വിശ്വസിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ധൃതരാഷ്ട്രർക്ക്. ഒരു കാര്യവും ആര് പറഞ്ഞാലും അദ്ദേഹം പരിപൂർണമായി വിശ്വസിക്കില്ല. അത് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട്, ഒന്നും കാണാനില്ലല്ലോ, കാണാനൊന്നുമില്ലാത്തത് കൊണ്ട് ആലോചിക്കുക മാത്രമാണ് അദ്ദേഹത്തിന് രസകരമായ കാര്യം. അതുകൊണ്ടാണ് പ്രജ്ഞാനേത്രൻ എന്നൊരു പര്യായം വ്യാസൻ ഇട്ട് കൊടുത്തത്. ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ മുഴുവൻ കാണുന്നത്. ബുദ്ധിയിൽ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതും എല്ലാം ഇദ്ദേഹം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ എപ്പോഴും ഒരു സീരിയൽ അഭിനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. അതിൽ അദ്ദേഹത്തിന് പേടിയോ സംശയമോ ബലക്കുറവോ ചിന്തയുടെ ബലക്കുറവോ തോന്നുമ്പോഴാണ് വിതുരനെ വിളിച്ചിട്ട് ഇതാലോചിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതിനാണ് ഈ ആയുധങ്ങൾ. ഇപ്പോൾ ശിവനിൽ നിന്ന് പാശുപതം കിട്ടി. ചോദിക്കും വിതുരനോട്,
ഇവിടെ ഈ പാശുപതം ശിവനിൽ നിന്ന് വാങ്ങി. ശിവനെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ വാങ്ങാൻ? നമ്മളൊക്കെ ഈ പുരാണ കഥകളിൽ കേട്ടിട്ടുള്ളതല്ലാതെ ശിവനെ നേരിട്ട് കണ്ടു നമ്മുടെ കൂട്ടത്തിൽ നിർത്തൻ പോയിട്ട് എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ആ നടക്കുന്ന കാര്യമാണ്, നേരിട്ട് കണ്ടു. തനിക്കെങ്ങനെ അറിയാം? എന്നുവെച്ചാൽ കണ്ടില്ലെന്ന് പറയണം. അതിനാണ് ഈ ഇദ്ദേഹം പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ നടന്നു എന്ന് വന്നാൽ തന്നെ നടന്നില്ല എന്ന് പറഞ്ഞ് കേൾക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. തപസ് ചെയ്താൽ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാതിരിക്കില്ലല്ലോ, അതൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തപസ് ചെയ്താൽ ദൈവം പ്രത്യക്ഷപ്പെടും. അപ്പോഴും നീട്ടി നെടുവീർപ്പ് വിട്ടുകൊണ്ട് ഗദ്ഗതത്തിനോട് സമമായ നെടുവീർപ്പുകൾ വിട്ടുകൊണ്ട് ഇദ്ദേഹം ഇത് കേൾക്കും. എന്താണ് ഈ പാശുപതം എന്ന് പറയുന്ന അസ്ത്രത്തിൻ്റെ ഒരു വൈഭവം? അതിൻ്റെ വൈഭവം ശിവനെ വിചാരിച്ചുകൊണ്ട് അത് എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം. അത് വേറൊരു കാര്യം. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി അല്ലല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. പാശുപത അസ്ത്രത്തിന് മാത്രമായിട്ടുള്ള കഴിവെന്താണ്? അത് സർവാസ്ത്രഘാതകമാണ്. ഞെട്ടിപ്പോയി. എല്ലാവരുടെയും അസ്ത്രത്തെയും അതില്ലാതാക്കി കളയും. അല്ലാതെ ഒരാളുടെ മേത്തേക്ക് പ്രയോഗിക്കുന്നല്ലത്. എല്ലാ സൈന്യത്തിലെ എല്ലാവരും യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ പാശുപതം പ്രയോഗിച്ചെന്നാൽ നിരായുധരാകും. എല്ലാവരും നിരായുധരായിപ്പോയി. ആയുധങ്ങളൊന്നും ഇല്ലാതായിപ്പോയി എല്ലാവർക്കും, വില്ലുൾപ്പെടെ. പക്ഷേ അർജുനൻ അത് പ്രയോഗിച്ചിട്ടില്ല. ഈ പാശുപതം പ്രയോഗിച്ചിട്ടില്ല യുദ്ധത്തിൽ. പരമദിവ്യായുധമായതുകൊണ്ട് അദ്ദേഹം അത് പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ 4 ദേവന്മാരിൽ നിന്ന് ഈ 4 അസാധാരണമായ ദിവ്യമായ ആയുധങ്ങൾ കിട്ടിയപ്പോഴൊക്കെയും ഇദ്ദേഹം വിഷമിച്ചു. ഇതിനും പുറമെയാണ് ഇന്ദ്രലോകത്ത് ചെന്നിട്ട്, സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് 14 ആയുധങ്ങൾ, ദിവ്യമായ ആയുധങ്ങൾ, അതിൻ്റെ പ്രയോഗ സംഹാര ക്രിയകളടക്കം ഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതാണ് വിളിച്ച് ചോദിച്ചത്. അതിനെല്ലാം ഇദ്ദേഹം ഉത്തരം പറഞ്ഞു കൊടുത്തു. അത് അങ്ങനെ കിട്ടിയതും ശരിയാണെന്ന് മാത്രമല്ല, 3 കോടി നിവാത കവചന്മാരെയും കാലകേയന്മാരെയും, ദേവന്മാർക്ക് പോലും കൊല്ലാൻ കഴിയാതിരുന്ന, നിഹനിക്കാൻ കഴിയാതിരുന്ന നിവാത കവചന്മാരെയും കാലകേയന്മാരെയും അർജുനൻ ഒറ്റയ്ക്ക് നിഹനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൊടുങ്കാറ്റ് പോലത്തെ ഒരു നെടുവീർപ്പാണ് ധൃതരാഷ്ട്രയിൽ നിന്ന് വന്നത്. വ്യാസൻ പറയും, ഇത് കേട്ടപ്പോൾ ഉല പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ.